ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ₹1 യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസുമാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ₹1 ക്രോസ് നാണയങ്ങൾ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങൾ. അപ്പോൾ ഈ ഒരു നാണയം സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമാണ്. ഈ ഒരു നാണയം ഏകദേശം 2004 മുതൽ 2006 വരെ ഇപ്പോഴും സർക്കുലേഷനിൽ നിലവിലുള്ള ₹1 നാണയമാണ് ഈ ഒരു നാണയം. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ₹1. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 4.95 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 25 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ എഡ്ജാണ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുൻഭാഗത്തായിട്ട് തന്നെ ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അശോസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് സത്യമേവ് ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 1 എന്നുള്ളൊരു വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് 2005, ഈ ഒരു നാണയം 2004 മുതൽ 2006 വരെ ഇപ്പോഴും സർക്കുലേഷനിലുള്ള ഒരു നാണയമാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന നാണയം 2005 ആ ഒരു വർഷത്തിലെ നാണയമാണ്. ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. വർഷത്തിന് താഴെ ചെറിയൊരു മിൻറ്റ് മാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2004 മുതൽ 2006 വരെ ഇപ്പോഴും സർക്കുലേഷനിൽ നിലവിലുള്ള ഈ ₹1 നാണയങ്ങൾ ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, നോയിഡ എന്നിങ്ങനെ 4 സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് മിൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു നാണയം ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. വർഷത്തിന് താഴെ ഏതൊരുവിധ മിൻറ്റ് മാർക്കും ഇല്ലെങ്കിൽ ആ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു നാണയം ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. വർഷത്തിന് താഴെ ചെറിയൊരു ഡോട്ട് മിൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു നാണയം നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന നാണയം 2005 ആ ഒരു വർഷത്തിൽ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഒരു പ്ലസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പ്ലസ് സിമ്പിളിന് ഔട്ട് സൈഡായിട്ട് 4 ഡോട്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ₹1 എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ₹1 എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 2004 മുതൽ 2006 വരെ ഇപ്പോഴും സർക്കുലേഷൻ നിലവിലുള്ള ഈ ₹1 നാണയങ്ങളിൽ റയറായിട്ട് വരുന്ന ഒരേ ഒരു നാണയം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു നാണയത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. ആ ഒരു നാണയം റയറായിട്ടുള്ള നാണയമാണ്. 2004 ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ് റയറായിട്ടുള്ള നാണയം. അതായത് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു മിൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു നാണയം ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. അപ്പോൾ 2004 ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം റയറായിട്ടുള്ള നാണയമാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു ₹500 മുതൽ ₹700 വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അടുത്ത് വരുന്ന നാണയം ഒരു സ്ക്വയർ കാറ്റഗറി വരുന്ന നാണയമാണ്. 2006 ആ ഒരു വർഷത്തിലെ നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. ഇപ്പോൾ എൻ്റെ കൈവശം ആ ഒരു നാണയമില്ല. ആ ഒരു നാണയം കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ആ ഒരു നാണയം സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ചെയ്യുകയാണ് ഞാൻ. ആ ഒരു നാണയം കാശ് കൊടുത്ത് മേടിക്കേണ്ട ഏതൊരു ആവശ്യമില്ല. നമുക്ക് സർക്കുലേഷൻ തന്നെ ഈ ഒരു നാണയങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ 2006 നോയിഡ മിൻറ്റ് മാർക്കിലെ നാണയം ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു ₹50 മുതൽ ₹100 വരെ കിട്ടാവുന്ന സ്ക്വയർ കാറ്റഗറി വരുന്ന നാണയമാണ്. അപ്പോൾ നോയിഡ മിൻറ്റ് മാർക്കിലെ നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, അതായത് 2006 നോയിഡ മിൻറ്റ് മാർക്കിലെ നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, നല്ലൊരു യുഎൻസി കണ്ടീഷൻ നാണയം നമ്മുടെ കൈവശം ഇന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ₹100 വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ് 2006 ₹1 യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങൾ. ബാക്കി വരുന്ന എല്ലാ മിൻറ്റ് മാർക്കിലെ നാണയങ്ങൾക്കും ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു ₹15, ₹20 പ്രൈസ് റേഞ്ച് മാത്രമാണുള്ളത്. ₹20 വരെയൊക്കെ നമുക്ക് ഈ ഒരു നാണയത്തിന് കിട്ടണമെങ്കിൽ ഈ ഒരു നാണയം നല്ലൊരു യുഎൻസി കണ്ടീഷൻ നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2004 മുതൽ 2006 വരെ ഇപ്പോഴും സർക്കുലേഷനിൽ നിലവിലുള്ള ഈ ₹1 യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ക്രോസ് നാണയങ്ങളിൽ 2004 ബോംബെ മിൻറ്റ് മാർക്കിലെ നാണയം റയറായിട്ടുള്ള നാണയം, 2006 നോയിഡ മിൻറ്റ് മാർക്കിലെ നാണയം സ്ക്വയർ കാറ്റഗറി വരുന്ന നാണയങ്ങളാണ്. അപ്പോൾ ഈ ഒരു 2 നാണയങ്ങൾക്കാണ് വാല്യൂ ഉള്ളത്. 2004 നാണയം റയറായിട്ടുള്ള നാണയം, 2006 നാണയം സ്ക്വയർ കാറ്റഗറി വരുന്ന നാണയമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാണയങ്ങളെല്ലാം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.